നമസ്കാരം. നമസ്കാരം. ഹരി, നമ്മൾ മണ്ഡല പര്യടനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. 2-3 മണ്ഡലങ്ങൾ നമ്മൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ വടക്കൻ ജില്ലയായ മഞ്ചേശ്വരത്തെക്കുറിച്ചാണ് ഞാനും കുമാറും കൂടെയുള്ള ചർച്ചയിൽ എടുത്തത്. ഇന്ന് നമുക്ക് വീണ്ടും തെക്കോട്ട് വരുമ്പോൾ വളരെയധികം പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. ഒരുപക്ഷെ ഏറ്റവും കടുത്ത ത്രികോണപ്പോര് നടക്കുന്ന തിരുവനന്തപുരത്തെ ഒരു മണ്ഡലം കൂടിയായി മാറുകയാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. കഴിഞ്ഞ കാലങ്ങളിലും നമ്മൾ കഴിഞ്ഞ ഒരു 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ത്രികോണപ്പോര് നടന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഇക്കുറിയും അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നില്ല മണ്ഡലം. ആദ്യം മുതൽ തന്നെ വളരെയധികം കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. കാര്യം ഓരോ പാർട്ടികളും അവിടേക്ക് അയക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയാണ് വോട്ടർമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ഉറ്റുനോക്കുന്നത്. അത് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കടുത്ത ഒരു മത്സരമാണ് ഈ ഒരു മണ്ഡലത്തിൽ അരങ്ങേറുന്നത്. ഹരി, നമ്മൾ ഈ ഒരു മണ്ഡലം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നമുക്കിതിനെ വിലയിരുത്താം. ഇപ്പോൾ മാറി വന്ന ഒരു വട്ടിയൂർക്കാവുണ്ട്, ആ വട്ടിയൂർക്കാവിനെ വെച്ച് നമുക്കിതിനെ വിലയിരുത്താം. എങ്കിലും പൊതുവായി ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു ചിന്ത അത് ആർക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഒരു അസസ്മെൻ്റ് എന്താണ്? സനോജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവ് നേരത്തെ പഴയ നോർത്ത് മണ്ഡലമാണ്. തിരുവനന്തപുരം നോർത്താണ് 2011 വട്ടിയൂർക്കാവ് മണ്ഡലമായിട്ട് മാറുന്നത്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യ MLA ആയിരുന്നത് കെ മുരളീധരനാണ്. മണ്ഡലത്തിൽ BJPയുടെ കാര്യം എടുത്താൽ BJPക്ക് വളരെ സംഘടനാപരമായി വളരെയധികം ശക്തിയുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. വളരെയധികം പ്രവർത്തനം, ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ നേമം വട്ടിയൂർക്കാവും വളരെയധികം സംഘടനാപരമായി വളരെയധികം ശക്തമാണ്, കിഴക്കൂട്ടമൊക്കെ. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ശക്തമായ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അതുകൊണ്ട് തന്നെ BJPക്ക് ഇക്കുറി വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു A+ മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇറങ്ങുന്നത് ശ്രീലേഖയെ പോലുള്ള ഒരു മുൻ IPS ഉദ്യോഗസ്ഥയായപ്പോൾ വലിയ സാധ്യത തന്നെയാണ് വട്ടിയൂർക്കാവിൽ BJPക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിൽ സംഘടനാപരമായി ശക്തമാകുന്നതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വാർഡ് തലങ്ങളിൽ ഏറ്റവും അധികം വളരെയധികം ഭൂരിപക്ഷം വാർഡുകളിലും BJP മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ BJPക്ക് വളരെയധികം ശക്തിയുണ്ട്, BJPക്ക് വളരെയധികം സാധ്യതയുണ്ട്. ഏകദേശം ഒരു 90% മുകളിൽ തന്നെ നമുക്ക് സാധ്യത വട്ടിയൂർക്കാവിൽ വിജയിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2011 മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരനാണ് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. 16,637 വോട്ടിനാണ്. നേരത്തെ ഒരു വലിയ പ്രത്യേകത ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് 2 ഗ്രാമപഞ്ചായത്തുകളും ബാക്കിയുള്ള വാർഡുകളും ചേർന്നതായിരുന്നു ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത്. പിന്നീട് ഈ 2 ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയിലേക്ക് ലയിച്ചു. അതിനുശേഷം ഇപ്പോൾ വാർഡുകളാണ്, എല്ലാം നഗരസഭയുടെ കീഴിൽ തന്നെയുള്ള വാർഡുകളായി മാറിയിരിക്കുകയാണ്. നേരത്തെ വട്ടിയൂർക്കാവും കുടപ്പനക്കുന്നും 2 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. 2016 പിന്നീട് വീണ്ടും കെ മുരളീധരൻ തന്നെ MLA ആകുന്നൊരു സാഹചര്യമുണ്ട്. അന്ന് കുമ്മനം രാജശേഖരനാണ്. വളരെ ശക്തമായൊരു മത്സരമാണ് അവിടെ നടത്തത്. ഏകദേശം 7000-ന് അടുത്തുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് കെ മുരളീധരൻ വിജയിച്ചത്. അതിന് തൊട്ടു മുന്നേയുള്ള ഇലക്ഷനിൽ 16,000-ന് പുറത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ആ വർഷം വളരെയധികം കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. ഒരു കൺസോൾട്ടേഷൻ, ഒരു വോട്ടിൻ്റെ പോളറൈസേഷൻ നടന്ന ഒരു വർഷവും കൂടിയായിരുന്നു. കാരണം ന്യൂനപക്ഷ വോട്ടിൻ്റെയൊക്കെ പോളറൈസേഷൻ ആ വർഷം നടന്നു എന്നതാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു 2015 നടന്നത്. പിന്നീട് 2019 അറിയാം, ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പിന്നീട് ആ മണ്ഡലം നേരെ VK പ്രശാന്തിലേക്ക്, അന്ന് CPM-ലേക്ക് ചേക്കേറുകയായിരുന്നു. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിലും VK പ്രശാന്താണ് അവിടെ നിന്ന് വിജയിച്ചത്. പക്ഷേ ഇക്കുറി വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് BJP. 2021 എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് അല്ലേ? 2021 BJP ആയിരുന്നു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തി. അന്ന് സുരേഷ് കുമാർ, S സുരേഷ് ആയിരുന്നു BJPക്ക് അവിടെ. 2021 VV രാജേഷ്, തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് ആണെന്ന് BJP കാൻഡിഡേറ്റ്. വളരെ ശക്തമായ ഒരു മത്സരമായിരുന്നു. ആ വർഷവും നടന്നു. അങ്ങനെ 2ാം സ്ഥാനത്തെത്തി.
ഇക്കുറി BJPക്ക് അവിടെ വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു അല്ല, മണ്ഡലമാണ്. അത് പ്രത്യേകിച്ചും തന്നെയാണ് ഹരി. കാര്യം ഈ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിലെ BJP അല്ല ഇപ്പോഴത്തെ BJP അതെ എന്ന് പറയുന്നത്. അതെ പ്രത്യേകിച്ചും മുന്നണി സംവിധാനങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ശക്തിപ്പെട്ട് ഇരിക്കുന്നു NDA. ആ NDAയിലേക്ക് വേറെ ഒരുപാട് ഘടകകക്ഷികൾ കടന്നു വരുന്നു. അതിൻ്റെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് NDA നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJPക്കും ആ ഒരു കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കരുത്തിൻ്റെ പിൻബലത്തിലാണ് ഈ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇക്കുറി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. നമുക്കറിയാം ഈ വളരെ രസകരമായി നോക്കുകയാണെങ്കിൽ പണ്ട് 140 മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ BJP കാൻഡിഡേറ്റ്സ് ഇല്ലായിരുന്നു. ഇന്ന് ഓരോ മണ്ഡലത്തിലും ഇതിപ്പോൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഓരോ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള 4-5 കാൻഡിഡേറ്റ്സ് ആണ് റെഡിയായി നിൽക്കുന്നത്. അതിൽ നിന്ന് പണിപ്പെട്ടാണ് ഒരാളിനെ കണ്ടെത്തി അവിടേക്ക് സ്ഥാനാർത്ഥിയായി അയക്കുന്നത്. അതും വിജയസാധ്യത ഒക്കെ അസസ് ചെയ്തതിന് ശേഷം ജനങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വളരെ ചുരുങ്ങിയ ദിനങ്ങൾ, ഒരു 2 ആഴ്ച അവരുടെ കയ്യിലാണ് ഈ പന്ത്. അവരെങ്ങനെ ഈ പ്രചരണം കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്, എന്തുകൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ജനമനസ്സ് അവരിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രചരണം തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ മണ്ഡലത്തിൽ. നമ്മൾ അത്തരത്തിലൊരു വിശകലനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരാണ് ഈ പ്രചരണ രംഗത്തൊരല്പം മേൽക്കൈ നേടുന്നത്? തീർച്ചയായിട്ടും BJPക്ക് ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രചരണത്തിന് വളരെയധികം കരുത്തുള്ള ഒരു മേഖലയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, നഗരസഭാ തിരഞ്ഞെടുപ്പൊക്കെ എടുത്തുമ്പോൾ BJPയുടെ ഒരു മാസ് വർക്ക് അവിടെ വളരെ ശ്രദ്ധേയമാണ്. മാസ് വർക്ക് BJP റോഡ് നിറഞ്ഞാണ് അവിടെ പോകുന്നത്. അവിടെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മാസ് വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റു പാർട്ടികളുടെ ഒരു പ്രചരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശുഷ്കമായിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒന്ന് VK പ്രശാന്ത് തന്നെയാണ്, സിറ്റിംഗ് MLA അല്ലേ? അതെ അതെ അതെ. ഈ മറ്റു ഭാഗത്ത് കോൺഗ്രസിനാണെങ്കിൽ K മുരളീധരനാണ്, കമ്മ്യൂണിസ്റ്റിനാണെങ്കിൽ CPM-നാണെന്നുണ്ടെങ്കിൽ VK പ്രശാന്താണ്, BJPക്ക് ശ്രീലേഖയാണ്. ആ ശ്രീലേഖയാണ് മത്സരരംഗത്തേക്കുള്ളത്. അപ്പോൾ അങ്ങനെ അത്യധികം സംഘടനാപരമായിട്ട് ശക്തി കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. BJP നേതൃത്വം ആരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയാലും അവിടെ അത്രയധികം ശക്തമായിട്ട് രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘടനാ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ആര് ആണ് അവിടെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ സംശയം ഉയർത്തുന്നത്. കാര്യം നമുക്കറിയാം, മറുവശത്ത് നിൽക്കുന്നത് 2 പ്രബലമായ പാർട്ടികളുടെ 2 പ്രബലരായ നേതാക്കളാണ്. VK പ്രശാന്ത് സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള ആളാണ്. അപ്പം വലിയ അനുഭവ സമ്പത്തുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് പറയാം. മറുവശത്ത് സാക്ഷാൽ ലീഡറുടെ മകൻ K കരുണാകരനാണ് എത്തുന്നത് UDFൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇവരോട് മുട്ടി നിൽക്കാൻ നമുക്കറിയാം. ഇത് ശരിക്കും ഓരോ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പറയുമ്പോഴും വട്ടിയൂർക്കാവിനെ വട്ടിയൂർക്കാവാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. മറ്റ് ഘടകങ്ങൾ അവിടെ വർക്കൗട്ട് ആവുന്നതിനേക്കാളും പൊളിറ്റിക്സ് തന്നെയാണ് അവിടെ ആദ്യത്തെ ഘടകം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ജനങ്ങൾക്കിടയിലും അവിടുത്തെ വോട്ടേഴ്സിൻ്റെ ഇടയിലും എല്ലാം വർക്കൗട്ട് ആകുന്ന ഒരു ഘടകം അവിടുത്തെ പൊളിറ്റിക്സ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ K മുരളീധരനോടും ഒപ്പം VK പ്രശാന്തിനോടും മല്ലടിക്കാൻ ശ്രീലേഖ IPS പര്യാപ്തമാണോ എന്നുള്ളതാണ് ഈ പല കോണുകളിൽ നിന്നുയർന്ന ചോദ്യം, പ്രത്യേകിച്ചും വിമർശകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുക? ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ ഈ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുപരിചിതയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വളരെയധികം സുപരിചിതയാണ്. കാരണം അവർ നടത്തിയ നിർണായകമായ ചില പോരാട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഓഫീസിന് വേണ്ടി പോലും നടത്തിയ VK പ്രശാന്തിനെതിരെയാണ്. അതെ അതെ, VK പ്രശാന്തിനെതിരെ നടത്തിയ ഒരു നിർണായകമായ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ അവരൊരു അഴിമതി കൂടിയാണ് പുറത്തു കൊണ്ടുവന്നത്. VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം VK പ്രശാന്തിന് തന്നെ ഒരു ആൻറ്റി ഇൻകുബൻസി ഫാക്ടറുണ്ട്. കാരണം VK പ്രശാന്തിൻ്റെ മേലെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വ്യക്തിപരമായി കൂടി VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൻറ്റി ഇൻകുബൻസി ഫാക്ടർ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനം അവിടെ വട്ടിയൂർക്കാവിൽ അത്രത്തോളം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. VK പ്രശാന്ത് കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് PR വർക്ക് നടത്തി കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളതല്ലാതെ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ പ്രവർത്തന ശൈലി കുറേ അധികം നാളുകൊണ്ട് വളരെയധികം ദുർബലമാണ്. വളരെയധികം ദുർബലമായൊരു സംഘടനാ പ്രവർത്തന ശൈലിയാണ് അവിടെ ഉള്ളത്, സംഘടനാ പ്രവർത്തനമാണ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ളൊരു
പ്രശ്നം കോൺഗ്രസിനും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ കെ മുരളീധരൻ റെസിഡൻഷ്യൽ അസോസിയേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ ചില PR വർക്കുകൾ മാത്രമാണ് അവിടെയുള്ളത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാൻ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഒരല്പം കൂടി പോകുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ആളെ പൈസ കൊടുത്ത് ഇറക്കേണ്ടി വരുന്ന ഗതികേടിൽ പോലും കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. പറയുമ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുൻപേ വിജയിച്ചിട്ടുള്ള ഒരു MLA ആണ്. MLAക്ക് വളരെ ശക്തമായ സ്വാധീനം ഈ മേഖലയിലൊക്കെ ഉണ്ടെങ്കിലും ഈ രണ്ട് പാർട്ടികൾക്കും സംഘടനാപരമായി വളരെയധികം വീക്കായിട്ടുള്ള, വളരെയധികം ദുർബലമായിട്ടുള്ള പ്രദേശമാണ്. അവിടെയാണ് സംഘടനാപരമായി ഏറെ ശക്തമായ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അവിടെ അതോടൊപ്പം തന്നെ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം സനോജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലേഖയെ ആദ്യമൊന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു ബ്യൂറോക്രാറ്റാണ്. പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ് ഒരു പൊളിറ്റിക്കൽ മണ്ഡലം ആയതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ മാത്രമേ ആൾക്കാർ ആ മണ്ഡലത്തെയും ഒരു പരിധിവരെ ഈ നിയമസഭാ ഇലക്ഷനോടുകൂടി ശ്രീലേഖ IPS അല്ലെങ്കിൽ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടുത്തെ വോട്ടർമാർക്ക് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു പ്രവർത്തന ശൈലി എന്താണ്, അവർ ജനങ്ങളോട് ഇടപെടുന്നത് എങ്ങനെയാണ്. കാര്യം പോലീസിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരുന്ന ഒരാളാണ് ഈ പറഞ്ഞ ശ്രീലേഖ IPS. അപ്പോൾ അവിടെ നിന്നും ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളിത് ആദ്യം തന്നെ ഒരു പക്ഷേ ഈ നഗരസഭ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ തന്നെ ആദ്യം തത്വമയി ശ്രീലേഖ IPSൻ്റെ ബൈറ്റാണെന്ന് എടുത്തത് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, ഈ പോലീസിങ്ങിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ എന്താണൊരു വ്യത്യാസം. അപ്പോൾ തന്നെ അവരുടെ നയം അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. കാര്യം പോലീസിങ് അതൊരു ജോലിയായിരുന്നു, അത് ഒരു വളയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ജനങ്ങളെ തൊട്ടറിയുകയായിരുന്നു. പക്ഷേ ഇത് ആ വളയത്തിനകത്തേക്ക് ഉള്ളിലേക്ക് കയറി ചെന്ന് ജനമനസ്സുകളെ കൂടുതൽ അടുത്തറിയുകയാണ്, അവരോട് ഇടപഴകുകയാണ്, ജനങ്ങൾക്കൊപ്പം അവരായി മാറുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇഴുകിച്ചേർന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണെന്നാണ് അവർ അന്ന് തന്നെ അവകാശപ്പെട്ടത്. എന്തായാലും ആ ഒരു ശൈലി അവരെ ഈ നഗരസഭാ ഇലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ പറഞ്ഞ മറ്റ് രണ്ട് പ്രബലരെ ഓടൊപ്പം എതിരിട്ട് നിൽക്കാൻ ഇവർ മതി എന്നുള്ള പാർട്ടിയുടെ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് തോന്നുന്നു. സനോജി, അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കേവലം ഒരു കൗൺസിലർ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലായിരുന്നില്ല ശ്രീലേഖയുടെ ഒരു പ്രവർത്തനം. ശ്രീലേഖ വളരെ അടിത്തട്ടിൽ ആണ് കൗൺസിലർമാർ പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ വളരെ നിർണായകമായ പല സ്റ്റെപ്പുകളും ശ്രീലേഖയ്ക്ക് മുൻപോട്ട് വയ്ക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും ആ വാർഡിനകത്ത് നടത്തിയ ചില നിർണായകമായ പ്രവർത്തനങ്ങളുണ്ട്. യുവാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അവർ മുൻപിലോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ BJP തയ്യാറാക്കിയ ബ്ലൂ പ്രിൻ്റ്, അതായത് നഗരസഭയിൽ അടുത്ത 5 വർഷത്തെ നഗരവികസനത്തിൻ്റെ നയരേഖ തയ്യാറാക്കുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ശ്രീലേഖയുള്ളത്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രീലേഖ നടത്തിയ ഒരു ഹോംവർക്കുണ്ട്. അപ്പം വളരെ ശ്രദ്ധേയമായി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ആ വാർഡിലുള്ളവർക്ക് വളരെ കൃത്യമായൊരു ധാരണയുണ്ട്. കാരണം ആ രീതിയിലാണ് ശ്രീലേഖ അവിടെ ഒരു പ്രവർത്തനം നടത്തിയത്. അതോടൊപ്പം തന്നെ അതിന് പുറത്തേക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഒരുപക്ഷെ വാർഡിന് പുറത്തേക്കും അവരുടെ ഒരു ഖ്യാതി കഴിഞ്ഞ കുറച്ച് നാളത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അവർ ഏബിളാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ക്രെഡിബിളായിട്ടുള്ള, വളരെ ഏബിളായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ശ്രീലേഖയ്ക്കുണ്ട് അവരുടെ IPS മായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീലേഖ എന്ന് പറയുന്നത്. ഇരു പക്ഷങ്ങൾക്കും വളരെയധികം ഒരു പേടി സ്വപ്നമാകുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും അത്രയധികം തന്നെ ശക്തമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രാഫിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുന്നത്. ഉള്ളവർക്ക് അവരുടെ നേതാക്കന്മാർ, അത് പ്രത്യേകിച്ച് കെ മുരളീധരൻ വളരെയധികം തലപ്പൊക്കമുള്ള ഒരു നേതാവാണ്. വളരെയധികം നാളത്തെ പ്രവർത്തന പരിചയം, KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മന്ത്രി ആയതിനു ശേഷം ഇലക്ഷനിൽ മത്സരിച്ചെങ്കിലും ഇലക്ഷനിൽ പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഒരു റെക്കോർഡും കൂടെ കെ മുരളീധരനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കെ മുരളീധരൻ വളരെ ദീർഘനാളത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. അതേപോലെ തന്നെ അതെ, VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം VK പ്രശാന്ത് മേയറായിരുന്നു. അങ്ങനെ മേയറായിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഒരു 5 വർഷത്തെ ഒരു പ്രവർത്തനം വളരെ ശക്തമായൊരു പ്രവർത്തനം നടത്തുവാനായിട്ട് VK പ്രശാന്തിനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും നാളത്തെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ ശ്രീലേഖ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ BJP വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് വട്ടിയൂർക്കാവ്. അത്ര ചെറുതല്ലാത്തൊരു പ്രസക്തി
പാർട്ടിയും ഈ മണ്ഡലത്തിന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനുകളെ വെച്ച് നോക്കുമ്പോൾ BJP ഇക്കുറി ഒരു വലിയ മേൽക്കൈ ഈ മണ്ഡലത്തിൽ ചെലുത്താൻ കഴിയുമെന്നാണ് അണികൾ വിശ്വസിക്കുന്നത്, ഒപ്പം പാർട്ടി വിശ്വസിക്കുന്നത്, നേതാക്കൾ വിശ്വസിക്കുന്നത്. എന്തായാലും വട്ടിയൂർക്കാവ് എന്താകും വട്ടിയൂർക്കാവിൻ്റെ ഭാവി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വട്ടിയൂർക്കാവിലെ ചൂടേറിയ പ്രചരണങ്ങൾ പൊടിപൊടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു ത്രികോണപ്പോര് തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടി വരും. തീർച്ചയായും. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.